മുതലപ്പുഴ അഴിമുഖത്ത് വീണ്ടും മീൻപിടുത്ത ബോട്ട് മണലിൽ കുടുങ്ങി. മണലിൽ നിന്ന് ബോട്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ച് തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് പരാജയപ്പെട്ടു. അഹാർ റസൂൽ എന്ന ബോട്ടാണ് 32 തൊഴിലാളികളുമായി അഴിമുഖത്ത് കുടുങ്ങിയത്. ഒരു മാസമായി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നു. ഈ മണ്ണ് നീക്കാൻ വേണ്ടി ഒരു മാസം കൊണ്ട് ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ ഇന്ന് വരേക്കും ഈ കാണുന്നത് നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഈ ചെയ്തു വയ്ക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ മണ്ണ് നീക്കാനെന്ന് പറഞ്ഞ് ഒരുപാട് യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇന്ന് വരയ്ക്കും ഒരു മാസമായിട്ട് നമുക്കൊന്നും ഒരു പരിഹാരം കാണില്ല. ഇന്ന് ഞങ്ങളുടെ വള്ളം വിടാമെന്ന് ഉറച്ചിരുന്ന് മണിക്കൂറുകളായി ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ കാണുന്നവരെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും മത്സ്യമിറക്കി ഒരുപാട് വലിയ വള്ളങ്ങൾ വന്നാണ് ഈ വള്ളം മറിച്ചിറക്കി ഇപ്പോഴും കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചു പോയത്. ഇതിന് നല്ലൊരു പരിഹാരം കാണണം. ഗവൺമെൻറ് ഇതിന് നല്ല പരിഹാരം കാണണമെന്നാണ് പറയുന്നത്. ഇതിന് ഉചിതമായൊരു നടപടി എടുക്കണം. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇവരുടെ ഉപജീവന മാർഗത്തിനായി പോകുമ്പോൾ തിരിച്ചു വരാൻ ഉണ്ടാകുന്ന ഈ തടസ്സം ഇത് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണല്ലോ. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുതലപ്പുഴ ഹാർബറിൽ അടിഞ്ഞുകൂടിയ മണൽ പൂർണ്ണമായും നീക്കുന്നത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധമടക്കം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ച് മണൽ നീക്കാനുള്ള ശ്രമമൊക്കെ നടന്നത്. പക്ഷേ ഈ 1500 ക്യൂബിക് മീറ്റർ മണൽ ദിവസവും നീക്കം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആ ശേഷിയിൽ മണൽ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് ഇന്ന് വളരെ അപ്രതീക്ഷിതമായ മറ്റൊരു അപകടം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം ഉയർത്തുന്ന ഇപ്പോഴത്തെ എതിർപ്പും പ്രതിഷേധവും എല്ലാം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ അവിടെ പ്രതിഷേധത്തിലായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും അവരുടെ മത്സ്യബന്ധന ഉപാധികൾക്ക് കേടുപാടുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു സംഭവം ഉണ്ടായതിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത്. ഇന്ന് ഈ പുതുക്കുറിച്ചി സ്വദേശി സുൽഫിയുടെ ഉടമസ്ഥതയിലുള്ള താഹ റസൂൽ എന്ന വള്ളമാണ് ഈ അഴിമുഖത്ത് കുടുങ്ങിയത്. 32 തൊഴിലാളികൾ വള്ളത്തിൽ ഉണ്ടായിരുന്നു. മണലിൽ നിന്ന് വെള്ളം ഇറക്കുന്നതിനായി എക്സ്കവേറ്റർ ഉപയോഗിച്ച് തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിൽ കെട്ടിവലിച്ചാണ് വള്ളം കടലിലേക്ക് ഇറങ്ങിയത്. 3:30 സംഭവം ഉണ്ടായത്. അതിനുശേഷം നാട്ടുകാരടക്കം ആ പ്രദേശത്ത് തടിച്ചുകൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മണൽ നീക്കം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് മുതലപ്പുഴയിലെ പ്രദേശവാസികൾ, മത്സ്യത്തൊഴിലാളികൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ക്രിസ്റ്റീന. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും മുതലപ്പുഴക്കാരുടെ ആ ഒരു അവലാതിക്കൊരു അവസാനമുണ്ടാവട്ടെ.